യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ യോഗ ആൻഡ് ആസനാസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓൾറെഡി 3 പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവർ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം അല്ലേ. മെഡിറ്റേഷൻ ആസനാസ്, ധ്യാന ആസനങ്ങൾ. മെഡിറ്റേഷൻ ആസനാസ് ആർ യൂസ്ഡ് ടു സിറ്റ് still comfortably for a long time without moving the body. Common meditation asanas include Padmasana, Vajrasana, Sukhasana, Siddhasana. എന്താ മെഡിറ്റേഷൻ ആസനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാന ആസനങ്ങൾ എന്നൊക്കെ പറയൂ കേട്ടോ. ധ്യാന ആസനങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം നീക്കാതെ സുഖപ്രദമായി ഒരു നീണ്ട കാലയളവ്, അതായത് ലോങ് ടൈമിൽ ഇരിക്കാൻ സഹായിക്കുന്ന ആസനങ്ങളെയാണ് ധ്യാന ആസനങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആസനാസ് എന്ന് പറയാം. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പദ്മാസന അല്ലെങ്കിൽ ലോട്ടസ് പോസ് എന്ന് പറയും, വജ്രാസന സിറ്റിംഗ് ഓൺ ഹീൽസ്, സുഖാസന, സിദ്ധാസനം എന്നൊക്കെയാണ് വരുന്നത്. ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. പദ്മാസനയും വജ്രാസനയും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടൊന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സുഖാസന. അതൊരു ഈസി പോസാണ് കേട്ടോ. എന്താ സുഖാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റ് ഓൺ ദ ഫ്ലോർ ഓർ മാറ്റ് വിത്ത് ലെഗ് സ്ട്രെച്ച്ഡ് ആൻഡ് സ്പൈൻ ഇറക്റ്റ്. Bend the right knee and place it under the left knee. The heel should touch the left buttocks. Bend the left knee and place it over the right knee. The left toe touches the right buttocks. Place hands on knees in mudra position. Close your eyes. Hold the posture while taking slow, deep breath. എന്താ പറയുന്നത്, ഫ്ലോറിലോ അല്ലെങ്കിൽ മാറ്റിലോ നമ്മൾ ഇരിക്കുമ്പോൾ കാല് നീട്ടിയിട്ട് സ്പൈന് ഇറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അതായത് നമ്മൾ കൂനി കൂടിയൊന്നും ഇരിക്കരുത്. നമ്മുടെ സ്പൈനൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. എന്നിട്ട് വലത് കാല് ഇടത് മുട്ടിലും അതുപോലെ ഇടത് കാല് വലത് മുട്ടിലും ചേരുന്ന രീതിക്ക് ഇരിക്കാം. പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാം. എന്നിട്ട് കൈകൾ നീസിൽ വെക്കണം. ശ്രദ്ധിക്കണം, കൈകൾ മുദ്രാ പൊസിഷനിലായിരിക്കണം അല്ലേ. മുദ്രാ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പാം ഓപ്പൺ ആയിട്ട് തമ്പ് ബെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ഫോർമാറ്റിൽ നിൽക്കുന്നതിനെയാണ് മുദ്രാ പൊസിഷൻ എന്ന് പറയാം അല്ലേ. ആ ഒരു പൊസിഷനിലാണ് ഹാൻഡ് നീസിൽ വെക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്നിട്ട് ഈ ഒരു പോസ്ചർ ഹോൾഡ് ചെയ്തിട്ട് സ്ലോ ആയിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാം. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം അല്ലേ. ഇംപ്രൂവ് ഡൈജഷൻ, റിഡ്യൂസ് മസിൽ ടെൻഷൻ ആൻഡ് കൺട്രോൾ ബ്ലഡ് പ്രഷർ, റിലാക്സസ് മൈൻഡ് ആൻഡ് ബോഡി, ഹെൽപ്പ് പ്രഗ്നൻറ്റ് വുമൺ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, റെഡ്യൂസസ് മെൻസ്ട്രൽ ഡിസ്കംഫർട്ട് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യോഗ പോസസ് ഫോർ റിലാക്സേഷൻ ആണ്. അതായത് റിലാക്സേഷൻ ആവശ്യമായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ള യോഗ പോസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. റിലാക്സേഷൻ ആസനാസ് ഹെൽപ്പ് റിലാക്സ് ദ ബോഡി ആൻഡ് മൈൻഡ്. ദേ ആർ യൂഷ്വലി പെർഫോംഡ് ആഫ്റ്റർ എ യോഗ സെഷൻ ഓർ വെനെവർ ദ ബോഡി ഫീൽ ടയേർഡ്. അതായത് നമ്മുടെ ബോഡിയുടെയും മൈൻഡിൻ്റെയും ഒക്കെ റിലാക്സേഷൻ ആവശ്യമായിട്ട് ചെയ്യുന്ന ആസനകളെയാണ് നമ്മൾ റിലാക്സേഷൻ ആസന എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു യോഗ സെഷൻ്റെ സമയത്തോ, അതായത് നമുക്ക് യോഗ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം അത് എൻഡ് ചെയ്യാൻ. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പോസ്ചർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ടയേർഡായി എന്ന് ഫീൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസുകളാണ് യോഗ പോസസ് ഫോർ റിലാക്സേഷൻ. ഈ ആസനകൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോസസ് കാണുമ്പോൾ നമുക്ക് തോന്നും എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ അത് ശരിയായി ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാരണമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ റിലാക്സേഷൻ ആണല്ലേ, അതായത് നമ്മൾ ആ നിൽക്കുന്ന പൊസിഷനിൽ എല്ലാ മസിലിൻ്റെ ടെൻഷൻസും റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ വേണം നിൽക്കാൻ. അത് അതിൻ്റെ പൂർണ്ണതയിലോട്ട് വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ട് എടുക്കണം. റിലാക്സേഷൻ ആസനാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ശവാസനം, മകരാസനം, മത്സ്യാസനം, ശലഭാസനം, പശ്ചിമോത്തനാസനം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. മകരാസനയും അതുപോലെ ശലഭാസനയും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലോട്ട് പോവാം അല്ലേ. ശവാസന എല്ലാവർക്കും അറിയാവുന്ന ഒരു യോഗ പോസാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി ഇതിൽ ഇൻവോൾവ് ആവുന്നതിൽ കൂടുതൽ നമ്മൾ മെൻ്റലി ആണ് ഈ ഒരു പോസിൽ ഇൻവോൾവ് ആവേണ്ടത്. നോക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ലൈ ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ മോഷൻലെസ്. Spread feet and hands slightly apart from the body. Adjust the body to the most comfortable position. Focus on relaxing all body part and internal organs.
ബിഗിനേഴ്സ് മേ യൂസ് ഗൈഡ് ടു ലേൺ ഫുൾ റിലാക്സേഷൻ. മോഷൻലെസ് ആയിട്ട് നിലത്ത് കിടക്കുക. കാലുകളും കൈകളും അല്പം അകലത്തിൽ വെക്കണം. ശരീരഭാഗങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ വേണം നിങ്ങൾ കെപ്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ എല്ലാ ബോഡി പാർട്സും അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഒരു റിലാക്സേഷൻ വരുന്ന രീതിയിലായിരിക്കണം ശവാസന ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. റിലാക്സസ് മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ്, സ്ട്രെങ്തൻ ആൻഡ് ടോൺസ് ദ എൻറ്റയർ ബോഡി, ഹെൽപ്സ് മാനേജ് സൈക്കോസൊമാറ്റിക് issues like hypertension and tensions, headache, reduces mental strength and prepares for meditation. മസിൽസിനെയും ജോയിൻസിനെയൊക്കെ റിലാക്സ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാനും ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഹെഡേക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാനും അതുപോലെ മാനസിക സമ്മർദ്ദം അതായത് മെൻ്റൽ സ്ട്രെസ്സ് കുറച്ചിട്ട് ധ്യാനത്തിന് മെഡിറ്റേഷന് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പോസ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ മത്സ്യാസനം, ഫിഷ് പോസ് എന്നൊക്കെ പറയും. സ്റ്റെപ്സ് നോക്കാം അല്ലേ. സിറ്റ് ഇൻ പത്മാസന. പ്ലേസ് പാം ഓൺ ദ ഫ്ലോർ എബോവ് ഷോൾഡർ, ഫിംഗേഴ്സ് പോയിൻറ്റിംഗ് ടു ഷോൾഡേഴ്സ്. പ്രസ് പാം, ലിഫ്റ്റ് ചെസ്റ്റ് ആൻഡ് ഹെഡ്, ആർക്കിംഗ് ദ ബാക്ക്. റിമൂവ് ഹാൻഡ്സ്, hook big toes with the index fingers. Breathe normally. Release hands, return to starting position, then unfold leg. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം അല്ലേ. കോംപ്ലിമെൻറ്റ് സർവാംഗാസന എൻഹാൻസിങ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. എന്താ സർവാംഗാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ദ പോസ് ദാറ്റ് ബെനിഫിറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിനെയും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസാണ് സർവാംഗാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സിനെയൊക്കെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യാൻ ഈ ഒരു മത്സ്യാസന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേരം വർക്ക് ചെയ്തതിന് ശേഷം ബോഡിയെയും മൈൻഡിനെയും ഒക്കെ റിഫ്രഷ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഹെൽപ്പ് ടു കൺട്രോൾ ഡയബറ്റീസ്, ആസ്മ ആൻഡ് ലങ് ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ എന്ന് നോക്കാം അല്ലേ. പോസ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ ഉള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ബ്രീത്തിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ താഴോട്ട് വളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സേൽ ചെയ്യണം. അത് ഉയരുമ്പോൾ ഇൻഹേൽ ചെയ്യണം. ഫൈനൽ പൊസിഷനിലാണ് നമ്മൾ നോർമൽ ബ്രീത്തിങ് ചെയ്യേണ്ടത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റിലാക്സേഷൻ ആസനാസൊക്കെ മറ്റ് ആസനകൾ ചെയ്യുന്നതിൻ്റെ മുമ്പോ ശേഷമോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനൊക്കെ ആയിട്ട് നമുക്കൊരു റെസ്റ്റിംഗ് പോസായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നമ്മളൊരു പോസ് ചെയ്തു, അതിനുശേഷം നമുക്കൊന്ന് റിലാക്സ്ഡ് പൊസിഷനിൽ നിൽക്കണം എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റിലാക്സേഷൻ ആസനകൾ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെറാപ്യൂട്ടിക് യോഗ ആസനാസിനെ കുറിച്ചിട്ടാണ്. സെഷനിലോട്ട് പോവാം അല്ലേ. ചികിത്സാ രീതിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസനകളാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യോഗാസനങ്ങളാണ് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ആസനാസ് എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ അബാനാസനം. നീ ടു ചെസ്റ്റ് ആണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. ഗ്യാസ് റിലീവിങ് പോസാണ് കേട്ടോ. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം അല്ലേ. ലൈ ഓൺ യുവർ ബാക്ക് ആൻഡ് ജെന്റ്ലി ബ്രിങ് നീസ് ടുവേർഡ്സ് ചെസ്റ്റ്. പുറം നിലത്ത് കുത്തിയിരിക്കുക, എന്നിട്ട് മുട്ടുകൾ സാവധാനം ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക. പ്ലേസ് ഹാൻഡ്സ് ഓൺ നീസ്. ശേഷം കൈകൾ നിങ്ങളുടെ നീസുകളിൽ വെക്കുക, അതായത് മുട്ടുകളിൽ വെക്കുക. എന്നിട്ട് ചെയ്യുന്ന ടൈമിൽ നീസ് ചെസ്റ്റിൽ നിന്നും മെല്ലെ റിലീസ് ചെയ്യാം. എക്സേൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചെസ്റ്റിലോട്ട് തന്നെ നീസ് കൊണ്ടുവരിക. റിപ്പീറ്റ് ദിസ് പ്രോസസ് അറൗണ്ട് 6 times, ജെന്റ്ലി റോക്കിംഗ് സൈഡ് ടു സൈഡ് ഓർ മൂവിങ് നീസ് ഇൻ സർക്കിൾ ടു റിലീവ് ലോവർ ബാക്ക് ടെൻഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹെൽപ്പോട് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള പോസ്ചറാണ്. നിലത്ത് കിടക്കുക, ബാക്ക് പൊസിഷൻ നിലത്ത് വരുന്ന രീതിയിൽ വേണം കിടക്കാൻ. നീസ് ചെസ്റ്റിലോട്ട് അടുപ്പിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ഹേൽ ചെയ്യുക, അതുപോലെ നീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇൻഹേൽ ചെയ്യാം. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം അല്ലേ. സ്ട്രെച്ചസ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ് പെൽവിക്സ് ആൻഡ് ലോവർ ബാക്ക്, റെഡ്യൂസസ് ബാക്ക് പെയിൻ, ആങ്കർ, ആങ്സൈറ്റി, ബ്ലഡ് പ്രഷർ, ഹെൽപ്പ് വിത്ത് മസിൽ സ്പാംസ്, സയാറ്റിക് നെർവ് ഇഷ്യൂ ആൻഡ് ഡിസ്ക് ഹെർണിയേഷൻ. ഹിപ്പ് സർക്കിൾ. സ്റ്റെപ്സ് നോക്കാം കേട്ടോ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, ഫീറ്റ് സ്ലൈറ്റ്ലി വൈഡർ ദാൻ ഷോൾഡർ വിഡ്ത്ത്, bend knees slightly, hand on hips, rotate body clockwise 6 times and anti-clockwise 6 times, keep body relaxed, face forward, breathe deeply and maintain steady rhythm. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം കേട്ടോ.
Loosen lower back and hip muscles, strengthen core and trims waist, reduces stress and improve flexibility. Next one, Sedu Bandhasanam. Bridge pose എന്നൊക്കെ പറയൂ കേട്ടോ. Lie on your back, bend knees, feet hip width apart, arms along sides, palm down, fingers touching heels slightly. Press feet into floor, inhale, lift hips, rolling spine of floor. Squeeze legs, buttocks and engage core to lift higher. Hold 4 to 8 breaths, then exhale slowly, lower spine back. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സ്ട്രെങ്തൻ കോർ ആൻഡ് ലോവർ ബോഡി, ലെങ്തൻ ആൻഡ് സ്ട്രെങ്തൻ സ്പൈൻ, എനർജൈസ് ബോഡി, സ്റ്റിമുലേറ്റ് എൻഡോക്രൈൻ ആൻഡ് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തെറാപ്യൂട്ടിക് ആസനാസ് ഫോർ സ്പെസിഫിക് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ കുറച്ച് ആസന പോസ്റ്റേഴ്സ് പഠിച്ചു അല്ലേ. അതിൽ സ്പെസിഫിക് കണ്ടീഷൻസിന് ഏതൊക്കെ ആസനകളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പശ്ചിമോത്താസനം, ധനുരാസന, അർദ്ധമത്സ്യേന്ദ്രാസന, ശവാസന, വക്രാസന ഒക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആസന പൊസിഷൻസ്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ശലഭാസന, പശ്ചിമോത്താനാസന, ത്രികോണാസന, ഉഷ്ട്രാസനയൊക്കെയാണ് ഒന്നുകൂടെ ബെനിഫിറ്റ് കിട്ടുക. അതുപോലെ ഗ്ലാസ് ആൻഡ് ബ്ലോട്ടിംഗ്, ഒബീസിറ്റി, ടെൻഷൻ ആൻഡ് സ്ട്രെസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആസനകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതോടുകൂടെ ആസന എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓരോ പോസ്ചറും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അറിയാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ചറിൻ്റെയൊക്കെ ഹെൽപ്പോടു കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഏറ്റവും നല്ലത് നിങ്ങൾ ആ ഒരു പോസ്ചറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടെ മൈൻഡിൽ അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൂര്യ നമസ്കാരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സൺ സല്യൂട്ടേഷൻ. ഓക്കെ, സൂര്യ നമസ്കാരം അല്ലെങ്കിൽ 12 യോഗാസനങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡറിൽ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സലൻറ്റ് ഫോർ ഓവറോൾ ഹെൽത്ത്, പ്രൊവൈഡിങ് എ ഫുൾ ബോഡി വർക്കൗട്ട് ആൻഡ് ബെനിഫിറ്റ്സ് ഫോർ ബോത്ത് ദ മൈൻഡ് ആൻഡ് ബോഡി. ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ടാണ് എന്നൊക്കെ പറയാം. ഇനി ബെനിഫിറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനും ബോഡിക്കൊക്കെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. നമ്മൾ സൺറൈസിനൊക്കെ മുമ്പാണ് യൂഷ്വലി സൂര്യ നമസ്കാരം ചെയ്യാറുള്ളത്. ഈച്ച് റൗണ്ട് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്പ് with each set containing 12 poses. Stick to one version and practice it regularly for the best result. ഓരോ റൗണ്ടും 2 സെറ്റുകളുണ്ട്. ഓരോ സെറ്റുകളിലും 12 പോസുകളും ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് നമ്മളത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ബിസൈഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ്, സൂര്യ നമസ്കാർ ഈസ് ഓൾസോ എ വേ ടു ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ സൺ ഫോർ സസ്റ്റെയിനിങ് ലൈഫ്. സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം അല്ലേ. കാലുകൾ അടുപ്പിച്ച് വെച്ച് പ്രണാമാസനത്തിൽ നിൽക്കുക. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട് ബെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബെൻഡ് ചെയ്യുക. ഈ ഒരു പോസിനെ ഹസ്ത ഉത്തനാസനം എന്നാണ് പറയുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് മടങ്ങാതെ നിങ്ങളുടെ പാദങ്ങളിൽ സ്പർശിക്കുക. ഇതിനെ പാദഹസ്താസനം എന്നാണ് പറയുക. ഈ ഒരു സമയത്ത് ശ്വാസം വിടുകയാണ് വേണ്ടത് കേട്ടോ. എക്സേൽ ചെയ്യാണ് വേണ്ടത്. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട്, അതായത് ഇൻഹേൽ ചെയ്തുകൊണ്ട് വലത് കാല് പുറകിലോട്ട് വെച്ച് അശ്വസഞ്ചലനാസനത്തിൽ നിൽക്കുക. ഈ ഒരു പോസിനെയാണ് അശ്വസഞ്ചലനാസനം എന്ന് പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് തല മുകളിലോട്ട് നോക്കുകയാണ് വേണ്ടത്. ഇടത് കാലും അതേപോലെ ചെയ്യുക. പിന്നീട് സ്റ്റഡി ആയിട്ട് നിൽക്കുക. ഇതിനെ ദണ്ഡാസനം എന്നാണ് പറയുക. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട് വരാം. പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് അഷ്ടാംഗ നമസ്കാരത്തിൽ നിൽക്കുക. അതിനുശേഷം അരക്കെട്ടിൻ്റെ ഭാഗം മാത്രം അല്പം മുകളിലോട്ട് വെച്ച് നിൽക്കുക. ഇതിനെ ഭുജംഗാസനം എന്ന് പറയും. പിന്നീട് പറ്റുന്ന രീതിയിൽ ബെൻഡ് ചെയ്ത് തല മുകളിലോട്ടാക്കി കൈകളിൽ സപ്പോർട്ട് ചെയ്താണ് നിൽക്കേണ്ടത്. പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസനത്തിലോട്ട് വരിക. ഈ ഒരു പോസ്ചറിൽ മുട്ടുമടങ്ങാതെ വി ഷേപ്പിലാണ് നിൽക്കേണ്ടത്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ 2 കൈകളുടെയും നടുവിലോട്ട് വെക്കുക. അശ്വസഞ്ചലനാസനം എന്നാണ് ഇതിന് പറയുക. തല മുകളിലോട്ടാക്കുകയാണ് വേണ്ടത്.
ഈ ഒരു പോസ്ചറിൽ തല മുകളിലോട്ടാക്കുകയാണ് വേണ്ടത്. അടുത്ത കാലം എടുത്ത് വെക്കുമ്പോൾ നമ്മൾ പാദഹസ്താസനയിലോട്ട് വരും. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി ഹസ്ത ഉത്താസനയിലോട്ട് തിരിച്ചു പോകാം. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പ്രണാമാസനയിലോട്ട് വരാം. ഇതുപോലെ നമ്മൾ ഇടത് കാലിനും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത്രയും സ്റ്റെപ്സുകളാണ് സൂര്യ നമസ്കാരത്തിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, വായിച്ചു നോക്കാം. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്ന് നോക്കാം അല്ലേ. ബെനിഫിറ്റ്സ് ഓഫ് സൂര്യ നമസ്കാർ: വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിലെ, അതുപോലെ ഹിപ്സിലെ, അതുപോലെ 2 കാലിലെയും കഴുത്തിലെയും ഒക്കെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ നമസ്കാരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വുമൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ് മെൻസ്ട്രൽ സൈക്കിൾ, ഈസ് ചൈൽഡ് ബർത്ത്, ഇൻക്രീസ് ബ്രസ്റ്റ് മിൽക്ക്, റെഡ്യൂസസ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് എൻഹാൻസസ് സ്കിൻ ഗ്ലോ. ഇനി കോഗ്നിറ്റീവ് സ്കിൽസ്, അതായത് നമ്മുടെ മനോശക്തി ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, കാം ദ മൈൻഡ്, റീവിറ്റലൈസസ് ദ നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് ആണ് വരുന്നത് ബാലൻസസ് ദോഷാസ് എന്നാണ്. അതായത് ദോഷങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഫ വാത ദോഷങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ കുടലിൻ്റെയൊക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ദഹനശേഷിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്ട്രെങ്തൻ അവർ ലങ്സ്, ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ, റെഡ്യൂസസ് ബ്ലഡ് പ്രഷർ ഇഷ്യൂസ് ആൻഡ് സപ്പോർട്ട് എൻഡോക്രൈൻ ഫങ്ഷൻ. ഇനി സൂര്യ നമസ്കാരം കൊണ്ടുള്ള മെൻ്റൽ ഹെൽത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അതായത് മാനസിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തൻ ബോൺസ് ആൻഡ് മസിൽസ്, ഇംപ്രൂവ് പോസ്ചേഴ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്തൊക്കെയാണ് പ്രാക്ടീസ് ടിപ്സ് എന്ന് നോക്കാം കേട്ടോ. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഒരു യോഗ പോസ്ചർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ മെൻ്റലി അതിലോട്ട് ഇൻവോൾവ് ആവേണ്ട ഒരു പ്രോസസ്സാണ് അല്ലേ. അതായത് മെയിൻലി നമ്മുടെ ഡിപ്രഷനൊക്കെ കുറക്കാനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടിപ്സുകൾ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഡു ജെൻറ്റിൽ വാം അപ്പ് ബിഫോർ സൂര്യ നമസ്കാർ. പ്രാക്ടീസ് ഫേസിംഗ് ഈസ്റ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് വെസ്റ്റ് ഇൻ ദ ഈവനിങ്. മെയിൻറ്റെയിൻ ഗ്രാറ്റിറ്റ്യൂഡ്, അവെയർനെസ് ആൻഡ് ജെൻറ്റിൽ സ്മൈൽ. ബ്രീത്ത് നാച്ചുറലി ആൻഡ് പെർഫോം ഈച്ച് മൂവ്മെൻറ്റ് സ്ലോലി ആൻഡ് മൈൻഡ്ഫുള്ളി. അപ്പോൾ ഇത്രയും പാർട്ടാണ് സൂര്യ നമസ്കാരം എന്നുള്ള ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. സൂര്യ നമസ്കാരം നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുക്കാനുള്ളതുണ്ട്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് സൂര്യ നമസ്കാരം മാത്രമല്ല വേറെ ഏത് പോസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാനുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് ആ ഒരു പോസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അല്ലേ. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസനാസ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് സൂര്യ നമസ്കാർ. ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈ ഒരു സെഷനോട് കൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.